അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ മുജാദിലയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി ഈ സൂറത്ത് അവസാനിക്കും. അവസാനത്തെ 3 ആയത്തുകളാണ് 20, 21, 22. നമ്മൾ ഇതുവരെ പഠിച്ച ആയത്തുകൾ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആയത്തോടുകൂടി യഥാർത്ഥത്തിൽ അള്ളാഹു ഈ മൊത്തം സൂറത്തിൽ 2 വിഭാഗങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഒന്ന് ഹിസ്ബുള്ളയാണ്, അള്ളാഹുവിൻ്റെ ആൾക്കാർ, അള്ളാഹുവിൻ്റെ വിഭാഗം, അള്ളാഹിൻ്റെ കൂടെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ആൾക്കാർ. 2 ഹിസ്ബു ഷെയ്ത്താനാണ്. അതിൻ്റെ നേരെ എതിര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഷെയ്ത്താൻ്റെ മാർഗത്തിലുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് 19-ാമത്തെ ആയത്തിൽ ഉലായിക ഹിസ്ബു ഷെയ്ത്താൻ, അവരെന്താണ്, തിന്മയിലേക്കുള്ള ആൾക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ ഹിസ്ബു ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ്റെ ആൾക്കാരാണ്. അലാ ഇന്ന ഹിസ്ബ ഷെയ്ത്താനി ഹുമുൽ ഖാസിറൂൻ, ഷെയ്ത്താൻ്റെ മാർഗത്തിലുള്ളവർ എന്തായാലും നഷ്ടത്തിലായിരിക്കും. അവസാനത്തെ ആയത്തിൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൻ്റെ ഈ സൂറത്ത് അവസാനിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നത് ഉലായിക ഹിസ്ബുല്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളവരെ കുറിച്ച് പറയുന്നത് അവർ ഹിസ്ബുള്ളയാണ് എന്നാണ്. അവർ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളവരാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. നേരത്തെ പറഞ്ഞത് ഷെയ്ത്താൻ്റെ മാർഗത്തിലുള്ളവർ നഷ്ടത്തിലാണെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളവരാണ് വിജയിക്കുക, ഫലാഹ്, മുഫ്ലിഹൂൻ എന്നാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ സൂറത്തിലെ വിഷയം എന്ന് പറയുന്നത് ഹിസ്ബുള്ള, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളവർക്കുള്ള ആത്മവിശ്വാസമാണ്. എന്തുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിൽക്കണം എന്നതിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് ഈ സൂറത്ത് ഉടനീളം പറയുന്നത്. അതേപോലെ തന്നെ ഹിസ്ബു ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ മാർഗത്തിലുള്ളവർക്ക് മുന്നറിയിപ്പും. 3 വിഷയമാണ് മൊത്തത്തിൽ സൂറത്തിൽ ഉള്ളത്. അതിലൊന്നാമത്തെ വിഷയമാണ് നമ്മൾ ആദ്യത്തെ ആയത്തുകളിൽ പഠിച്ചത്. ഒരു സഹാബി വനിത വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നു. എന്നിട്ട് അള്ളാഹു അത് കേട്ടുകൊണ്ട് ഒരായത്തിറക്കുന്നു, അവർക്ക് നീതി കൊടുത്തുകൊണ്ടുള്ള ആയത്ത്. അത് യഥാർത്ഥത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ ഒരു പ്രശ്നമാണ് അവിടെ വിഷയം. അതിൽ ഹിസ്ബുള്ള ആരാണ്? ആ സഹാബി വനിതയാണ്. അവർക്കുള്ള കോൺഫിഡൻസ് ആയിട്ട്, അവർക്കുള്ള ആത്മവിശ്വാസമായിട്ടാണ് അള്ളാഹു പറയുന്നത് എന്ത്? അള്ളാഹു സമീഅാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഹിസ്ബു ഷെയ്ത്താൻ, അതിൻ്റെ നേരെ എതിരെ നിൽക്കുന്നവർ എന്ന് വെച്ചാൽ അനീതി കാണിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ അനീതി കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് ആഖിറത്തിൽ ശിക്ഷയുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഈ സൂറത്തിലെ രഹസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ ഗൂഢാലോചന നടത്തുന്നവരാണ്. ഇതാണ് വിഷയം. അതിൽ ഹിസ്ബുള്ള എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളവരാണ്, അവർ വിശ്വാസികളാണ്. അവർക്കുള്ള കോൺഫിഡൻസ് ആയിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? ഒരിക്കലും രഹസ്യങ്ങൾ ഗൂഢാലോചന നടത്തുന്നവർ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുകയില്ല. ഇത് അള്ളാഹ് പറഞ്ഞാണ്. അതേപോലെ തന്നെ ഹിസ്ബു ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ മാർഗത്തിലുള്ളവരോട് അള്ളാഹ് പറയുന്നത് അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് തന്നെ പരലോകത്ത് എന്ത് ചെയ്യും? ഇതിനൊക്കെ അള്ളാഹു ശിക്ഷ നൽകും. മൂന്നാമത്തെ വിഷയം മുസ്ലിങ്ങളിലെ തന്നെ കപടന്മാരാണ്, എന്ന് വെച്ചാൽ മുനാഫിക്കുകളാണ്. അവരുടെ പ്രശ്നമായിട്ട് അള്ളാഹ് പറയുന്നത്, നമുക്കറിയാം മദീനയിൽ വളരെ കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യം, നമുക്ക് ഇന്ന് ജീവിക്കുന്ന പോലത്തെ ഒരു സാഹചര്യമല്ല, യുദ്ധ സന്ദർഭമാണ്. അവിടെ നിന്നുകൊണ്ട് ശത്രുവിനോട് ബന്ധം പുലർത്തുന്നവരായിരുന്നു മുസ്ലിങ്ങളിലെ കപടന്മാർ. അവരെക്കുറിച്ചാണ് പിന്നെയുള്ള ആയത്തുകൾ പറയുന്നത്. അതിൽ ഹിസ്ബു ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഈ കപടന്മാരാണ്. അവർക്കുള്ള മുന്നറിയിപ്പായിട്ട് അള്ളാഹു എന്ത് പറയുന്നുണ്ട്? അവരുടെ മക്കളോ സമ്പത്തോ എന്ത് ചെയ്യൂല, ഈ ബന്ധം വെക്കുന്നത് കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ഭൗതിക ലാഭവും അവർക്ക് എന്ത് ചെയ്യൂല, ഗുണം ചെയ്യില്ല. ഇനി ഹിസ്ബുള്ള, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളവർക്കുള്ള കോൺഫിഡൻസ് ആണ് അടുത്ത പറയുന്ന ആയത്തുകൾ. ആ ആയത്തുകളോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ സൂറത്ത് അവസാനിക്കുന്നു. അപ്പോൾ നമുക്കൊരു സൂറത്തിനെ മൊത്തം എടുത്താൽ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, ഖുർആൻ്റെ മൊത്തം ആ സൂറത്ത് മൊത്തം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 20-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. യുഹാദ്ദൂനല്ലാഹ്, ഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സമാണ്. ഹദ്
തടസ്സം എന്ന് പറഞ്ഞാൽ രണ്ട് വിഷയങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന വിഭജനമാണ് ഹദ്. അതുകൊണ്ടാണ് ഹുദൂദുള്ള എന്നുള്ള പറയുന്നത്. അള്ളാഹിന്റെ നിയമങ്ങൾക്ക് പറയുന്ന ഒരു പേരെന്താണ്? ഹുദൂദുള്ള. എന്താണ്? നന്മയും തിന്മയും വേർതിരിച്ചുകൊണ്ട് അള്ള വെക്കുന്ന അതിരുകളാണ് ഹദ് എന്ന് പറയുന്നത്, ഹുദൂദുള്ള. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിനെതിരെ തടസ്സം സൃഷ്ടിക്കുന്നവർ. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാ വ റസൂലഹു, അവന്റെ റസൂലിനും. ഉലായിക ഫിൽ അദല്ലീൻ, അവരെന്താണ്? അദല്ല്, ദല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ദല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കീഴ്വഴങ്ങുക എന്നുള്ളതാണ്. അങ്ങേയറ്റം അനുസരിച്ചുകൊണ്ട് കീഴ്വഴങ്ങുന്നതിനെയാണ് ദല്ല എന്ന് പറയുക. അതുകൊണ്ട് മലയാളത്തിൽ അതിനെ നിന്ദ്യത എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിന്ദ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരാൾ മറ്റൊരു ശക്തിക്ക് കീഴ്വണങ്ങി, അതിനെയാണ് നിന്ദ്യത എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി നിന്ദ്യമായിട്ടുള്ള അവസ്ഥ. അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിരെ പ്രവർത്തിക്കുന്നവർ എന്താണ്? നിന്ദ്യരാണ് എന്നാണ് ഒന്നാമത്തെ ആയത്ത്. 21-ാമത്തെ ആയത്തില് കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി എന്നാണ്. കതബല്ലാഹു, അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നു. അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പം തന്നെ ഉറപ്പാക്കി വെച്ചിരിക്കുന്നു. ലഅഗ്ലിബന്ന, ഗലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കഴുത്തിന് പിടുത്തം പിടിക്കുന്നതിനെയാണ് ഗലബ് എന്ന് പറയുക. പിന്നെ ഇവിടെ ഉപയോഗിച്ചത് വിജയം എന്നുള്ളതാണ്. വിജയം എന്നുള്ളതാണ് മലയാളത്തിൽ നിങ്ങൾ തഫ്സീറിൽ നോക്കിയ വിജയം. യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിൻ്റെ മുകളിൽ നമുക്ക് പിടുത്തം കിട്ടുന്നതിനെയാണ് ഗലബ് എന്ന് പറയുക. ഇവിടെ ഖുർആനിൽ അതിനെ വിജയത്തിന്റെ വാക്കായിട്ടും എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ലഅഗ്ലിബന്ന അന വറസുലി, എന്തായാലും അള്ളാഹുവും റസൂലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ലോകത്ത് ഗലബ്, വിജയിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഈ അർത്ഥത്തിൽ പിടുത്തം അള്ളാഹും റസൂലിനും ആയിരിക്കും. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, അള്ളാഹു എന്താണ്? ഖവിയ്, വളരെ ശക്തി ഉള്ളവനും, അസീസ്, ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയാത്തവനുമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്ത് 22-ാമത്തതും അവസാനത്തെ ആയത്ത് ലതജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, നിങ്ങൾക്ക് അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിരെ പ്രവർത്തിക്കുന്നവരായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? യുവാദ്ദൂൻ അല്ലാഹ്, വദ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിരെ പ്രവർത്തിക്കുന്നവരോട് സ്നേഹബന്ധം പുലർത്തുന്നവരായിട്ട് ആരെ കാണുകയില്ല? അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഇവിടെ കപടവിശ്വാസികൾ ശത്രുക്കളോട് ബന്ധം വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വലൗ കാനു ആബാഉഹും, ആ ശത്രുക്കൾ അവരുടെ പിതാക്കളായാലും, ഔ അബ്നാഅഹും അവരുടെ മക്കളായാലും, ഔ ഇഖ്വാനഹും അവരുടെ സഹോദരങ്ങളായാലും, ഔ അഷീറത്തഹും അവരോട് വളരെ അടുത്ത ബന്ധമുള്ളവരായാലും പോലും അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഇവർ ശത്രുക്കളാണെങ്കിൽ അവരോട് ബന്ധം പുലർത്തുന്നവരായിട്ട് കാണാൻ കഴിയില്ല എന്നാണ്. ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വ അയ്യദഹും ബിറൂഹിൻ മിൻഹു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അവരെ സഹായിക്കുന്നുണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരെ എന്ത് ചെയ്യും? അള്ളാഹു ജന്നത്തിൽ പ്രവേശിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കും. ഖാലിദീന ഫിഹ, അവരവിടെ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. റിള എന്ന് പറഞ്ഞാൽ എന്താണ്? തൃപ്തിയാണ്. റിള എന്ന് പറഞ്ഞാൽ തൃപ്തിയാണ്. അള്ളാഹു അവരുടെ മുകളിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിലും എന്ത് ചെയ്തിരിക്കുന്നു? തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലായിക ഹിസ്ബുള്ള, അവരെന്താണ്? അള്ളാഹുവിന്റെ ഹിസ്ബാണ്, അള്ളാഹിന്റെ ആൾക്കാരാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹിന്റെ ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മുഫ്ലിഹൂൻ. ഫലാഹ്, ഫലഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വിജയം എന്നാണ് നിങ്ങൾക്ക് അർത്ഥം കാണുക. ഫലഹ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ കീറുന്നതിനെയാണ് ഫലാഹ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ പിന്നെ കർഷകന് ഫല്ലാഹ് എന്ന് പറയും. ഫലഹ് വിജയമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകൻ മണ്ണിനെ കീറിയിട്ട് അതിൽ വിത്തിട്ടിട്ട് അതിൽ എന്ത് ചെയ്യാണ്? അതിൽ വിള വരുന്നതിനെയാണ് ഫലാഹ് എന്ന് പറയുക.
അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഒന്നിനെ കീറി മുറിച്ചൊരു പരിശ്രമം നടത്തിയിട്ട് കിട്ടുന്ന വിജയത്തിനെയാണ് എന്ത് പറയാ? ഫലാഹ് എന്ന് പറയാം. ഇത് ഈ 3 ആയത്തിന്റെയും ഒരു ചുരുക്കം പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ കൃത്യമാവും. ഈ 3 ആയത്തിന്റെയും ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, അള്ളാനെ എതിർക്കുന്നവർ നിന്ദ്യരാകും എന്നാണ്, നിന്ദ്യരാകും. രണ്ടാമത്, അള്ളാഹുവിന്റെ സംഘം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. പക്ഷെ അവിടെ ഉപയോഗിച്ച പദം ഏതാണ്? ഗലബാണ്. ഗലബ്, കഴുത്തിന് പിടിക്കുന്ന ആ പ്രയോഗം നമ്മുടെ മനസ്സിലുണ്ടാവുക, ഗലബാണ്. മൂന്നാമത്, യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും എന്ത് ചെയ്യൂല? സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും ഇസ്ലാമിനെതിരെ ഉള്ളവരോട് എന്ത് ചെയ്യൂല? ബന്ധം വെക്കുകയില്ല. ഇതാണ് 3ാമത്തെ വിഷയം. 4ാമത്തെ വിഷയം, ഇവർക്കുള്ള പ്രതിഫലം. ആർക്കുള്ള പ്രതിഫലം? ഈ ത്യാഗമൊക്കെ ചെയ്ത് സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും ഇസ്ലാമിന് അനുകൂലമായി നിൽക്കുന്നവർക്കുള്ള 3 പ്രതിഫലം. അതെന്തൊക്കെയാണ്? 1, പരലോകത്തിലെ സ്വർഗമാണ്. 2, അള്ളാഹുവിന്റെ റിളയാണ്. 3, ഈ ലോകത്തിലെ ഫലാഹാണ്, വിജയമാണ്. അപ്പൊ ഇതാണ് ഈ ആയത്തുകളുടെ ചുരുക്കം എന്ന് പറയുന്നത്. 2 വിഷയങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, ബന്ധങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ച വിഷയമാണ്, എന്നാൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞു പോവാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, കാഴ്ചപ്പാടാണ്. പിന്നെ പ്രത്യേകിച്ച് യുദ്ധ സന്ദർഭത്തിലും ഉള്ള വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്, അത്തരം നിലപാടെടുക്കുന്നവർക്കുള്ള പ്രചോദനമാണ്. 2 വിഷയങ്ങളാണ്, 2 വിഷയങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ വിഷയം ബന്ധങ്ങളിലെ ഇസ്ലാമികതയാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നിരന്തരം ഊന്നുന്ന മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം എന്ന് വെച്ചാൽ അവനെ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പരീക്ഷണങ്ങളായിട്ട് അള്ളാഹു എണ്ണിയ കുറേ കാര്യങ്ങളിൽ ഒന്ന് സമ്പത്ത്. അതേപോലെ നിരന്തരം അള്ളാഹ് പറയുന്ന ഒരു കാര്യമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നത് നമുക്ക് ഉണ്ടാവേണ്ടത് സ്നേഹത്തിന്റെ തൗഹീദാണ്. സ്നേഹത്തിന്റെ തൗഹീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനാണ്. ഇത് ഒരു ഖുർആന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാത്തിനേക്കാൾ ബന്ധമുണ്ടാവേണ്ടത് അള്ളാഹുവിനോടാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ഏത് ബന്ധവും എണ്ണാൻ പോലും തുടങ്ങുകയുള്ളൂ. എല്ലാത്തിനേക്കാൾ ബന്ധം അള്ളാഹുവിനോടാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുമ്പം ഇത് ഈ അടിസ്ഥാനം പറയുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആകാം. രണ്ടാമത് ഖുർആൻ പറയുന്നത് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഒരൊറ്റ ബന്ധം വെച്ചുകൊണ്ടാണ്. അത് അള്ളാഹുമായിട്ടുള്ള ഇന്നാലില്ലാഹി, അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചുകൊണ്ടാണ്. ബാക്കിയൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് വന്നു ചേർന്ന ബന്ധമാണ്. അത് താൽക്കാലികമാണ്, അത് പരീക്ഷണമാണ്. പരീക്ഷണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് വന്ന ബന്ധങ്ങളിലൂടെ നമ്മൾ സ്വർഗം നേടുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഈ ബന്ധങ്ങളുടെ ലക്ഷ്യമാകേണ്ടത് ആ ബന്ധങ്ങളെയും സ്വർഗത്തിലെത്തിക്കണം, നമ്മളും സ്വർഗത്തിലെത്തണം. അതിലപ്പുറമുള്ളൊരു ലക്ഷ്യം എന്തില്ല, ഈ ബന്ധങ്ങൾക്കില്ല. എന്ന് വെച്ചാൽ ഈ ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ആദ്യത്തെ ബന്ധം അള്ളാഹു എന്ന ബന്ധത്തെ അറ്റുകൊണ്ട് നമ്മളും ഈ ബന്ധമൊക്കെ നരകത്തിൽ പോകുന്നത് എന്താണ്? വലിയ തോൽവിയാണ്. ഇനി ഖുർആൻ നിരന്തരം പറയുന്ന ഒരു കാര്യം, എല്ലാ ബന്ധവും ആദർശത്തിന് വേണ്ടിയും ആദർശത്തിന് താഴെയും ആയിരിക്കണം. എല്ലാ ബന്ധവും നിലപാടുകൾ നമ്മൾ എടുക്കുമ്പം ആദർശത്തിന് വേണ്ടിയായിരിക്കണം ബന്ധം, ആദർശത്തിന് താഴെ ആയിരിക്കണം. ഏത് ബന്ധമായാലും, ഇതിവിടെ നമ്മൾ ബന്ധം എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധം മാത്രമല്ല, സംഘടനാ ബന്ധം, കൂട്ടുകാര ബന്ധം, കമ്പനി, ഏത് ബന്ധമായാലും അള്ളാഹുവിന് താഴെയും സ്വർഗം നേടാനുമായിരിക്കണം എന്നുള്ളത് ഖുർആന്റെ പാഠമാണ്. ഇനി ഭൂമിയിലെ ബന്ധങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എല്ലാവരെയും സഹോദരങ്ങളാണ് എന്നുള്ളതാണ്. എല്ലാവരും, ഭൂമിയിലെ എല്ലാവരും, മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരുമായിട്ട് ബന്ധം നിലനിർത്തണം. ബന്ധം മുറിക്കുന്നത് ഫസാദാണ്. ശത്രുവിനെ നിരന്തരം മിത്രമാക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഇതാണ് ഖുർആന്റെ പാഠമാണ്. അവരെ സഹായിക്കണം, അവരോട് നീതി പുലർത്തണം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ത്? ശത്രുവിനെ ഒരിക്കലും ഔലിയ ആക്കരുത് എന്നുള്ളത്. വളരെ കൃത്യമാണ് ഖുർആന്റെ പ്രയോഗം. ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലപാടുകളെ സ്വാധീനിക്കാൻ മാത്രമുള്ള സ്നേഹബന്ധം ആരോട് ഉണ്ടാക്കാൻ പാടില്ല? ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്നവരോട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അവരോട് നീതി പാലിക്കാം, അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ സഹായിക്കാം, പക്ഷെ അവര് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ആദർശത്തിന് അപകടം പറ്റുന്ന രീതിയിലുള്ള ബന്ധം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഖുർആന്റെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? ഒരു യുദ്ധ സന്ദർഭമാണ്. രഹസ്യങ്ങൾ ചോർന്നാൽ വലിയ പ്രശ്നമുള്ള സന്ദർഭമാണ്. മദീനയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമ്മൾ ശത്രു ആരാണ്, മിത്രം ആരാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയണം.
ഇസ്ലാമിന് പരിക്ക് പറ്റുന്ന ശത്രുക്കളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബന്ധം പുലർത്താൻ കഴിയില്ല. വളരെ പാവത്തനായിട്ട് നിഷ്കളങ്കനായിട്ട് ചതിക്ക് നിന്നു കൊടുക്കരുത്. ഇതൊക്കെ ഖുറാന്റെ പാഠമാണ്. ഞാൻ ആയത്ത് കോട്ട് ചെയ്യുന്നില്ല, ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. അതേപോലെ തന്നെ പിന്നെ വ്യക്തിപരമായിട്ട് അവരെ നമുക്ക് നന്നാക്കാൻ ശ്രമിക്കാം, പക്ഷേ രാഷ്ട്രീയമായിട്ട് വിഡ്ഢിത്തം ചെയ്യരുത് എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് വിഡ്ഢിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ തന്നെ തകർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബന്ധം. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിലെ നമ്മുടെ എല്ലാതരം ബന്ധങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ വായിക്കാം. നമ്മളെ ഇസ്ലാം എവിടെയാണ്, ഇസ്ലാമിൻ്റെ ശത്രു ആരാണ്, ഈ കാലഘട്ടത്തിൽ ഗസയൊക്കെ വെച്ച് വായിക്കുമ്പം ഈ വിഷയത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് കാണാൻ പറ്റും. ആരാണ് ബന്ധം, ആരോടാണ് ബന്ധം വെക്കേണ്ടത്, ഏതൊക്കെ ബന്ധം തകർക്കാത്തതിൻ്റെ പേരിലാണ് ഗസ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്റർനാഷണൽ റിലേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ഇനി ഈ ആയത്തിൽ പറയുന്നതിൻ്റെ വിഷയം കുറേ കൂടെ ഗൗരവമാണ്. നമുക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് പോലും പ്രശ്നമാണ്. ഈ ആയത്തിലെ പ്രശ്നം സഹാബത്താണ്. സഹാബത്തിൻ്റെ പരീക്ഷണമാകുന്ന ബന്ധം ഏതോ ബന്ധമല്ല, അവരുടെ ഉപ്പയാണ്, അവരുടെ സഹോദരങ്ങളാണ്. അവർ മക്കയിൽ നിന്നും വന്നപ്പം അവർ മുസ്ലിം ആയിരിക്കെ തന്നെ അവരുടെ ഉപ്പ ആരായിരുന്നില്ല, മുസ്ലിം ആയിരുന്നില്ല. ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്, ഉപ്പയും മകനും തമ്മിലാണ്, സഹോദരനും തമ്മിലാണ്. ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളെ ബന്ധങ്ങളും നമ്മുടെ പരീക്ഷണമൊക്കെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, ലാ തജിദു ഖൗമൻ, വിശ്വാസിയാണെങ്കിൽ അവരൊരിക്കലും ഇസ്ലാമിനെതിരെ ഉള്ളവരോട് സ്നേഹബന്ധം പുലർത്തുന്നതായിട്ട് നിനക്ക് കാണാൻ പറ്റില്ല. വലൗകാനു ആബാഉഹും, അവരവരുടെ പിതാക്കളാണെങ്കിൽ പോലും എന്ന് പറയുന്നത് കാണാൻ പറ്റും. നിങ്ങൾ പിന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കിയാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവിനെയാണ് യുദ്ധത്തിൽ വധിക്കുന്നത്. സ്വന്തം പിതാവിനെ. ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ഉപ്പ ആദർശം ഇസ്ലാം മുന്നിൽ വരുമ്പം നമ്മൾ എവിടെ നിൽക്കും എന്നൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരനെയാണ് വധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം അമ്മാവനെയാണ് വധിക്കുന്നത്. ഈ വളരെ കലുഷിതമായ രംഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ആരോട് പറയുന്നത്, സഹാബത്തിനോട്, നിങ്ങൾ ഒരു രീതിയിലും ഈ അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിനെ എതിരെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ആദർശവും ബന്ധങ്ങളും വരുമ്പം നമ്മുടെ നിലപാടുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതിൽ പണത്തിൻ്റെ കാര്യം, സമയത്തിൻ്റെ കാര്യം, ഇസ്ലാമിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ട കാര്യത്തിലൊക്കെ നമ്മൾ ആലോചിക്കാം. ഇതാണ് ഒന്നാമത്തെ വിഷയം, ബന്ധങ്ങളിലെ ഇസ്ലാമികത. അതേസമയം ഈ ആയത്തുകൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്. അത് വിശ്വാസികൾക്കുള്ള പ്രചോദനമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം അള്ളാഹ് എന്താ പറയുന്നത്, ഒരു ത്യാഗം ചെയ്യാനാണ് പറയുന്നത്. ഉപ്പയാണെങ്കിലും ഉപ്പാക്കെതിരെ അള്ളാഹ്ക്ക് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ്ക്ക് അറിയാൻ അത് എളുപ്പമല്ല എന്നുള്ളത്, ത്യാഗം ചെയ്യാന്നുള്ളത് എളുപ്പമല്ല. ആ എളുപ്പമല്ലാത്ത ത്യാഗത്തിനുള്ള പ്രചോദനം അള്ളാഹ് പിന്നെ പറയാണ്. എന്താണ് ആ പ്രചോദനം? രണ്ട് പ്രചോദനമാണ് അള്ളാഹ് കൊടുക്കുന്നത്. ഒന്ന് ഭൗതികമായിട്ടുള്ള വിജയമാണ്, ഈ ലോകത്തിലെ വിജയം. അത് 3 പ്രയോഗങ്ങളാണ് അള്ളാഹ് പ്രയോഗിക്കുന്നത്. ഒന്ന് നിന്ദ്യതയാണ്. ഓരോ പ്രയോഗവും പ്രസക്തമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള വിഷയമാണ് ഈ ഭൂമിയിലെ വിജയം എന്താണ് എന്നുള്ളത്. ഖുർആന്റെ പ്രയോഗം വളരെ കൃത്യമാണ്. ഒന്ന് നിന്ദ്യതയാണ്, 2 ഗലബാണ്, 3 ഫലാഹാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പാരത്രിക വിജയമായിട്ട്, പിന്നെ പരലോകത്തിലെ വിജയമായിട്ട് അള്ളാഹ് പറയുന്നത് റിളയും ജന്നയും ആണ്. വിജയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുസ്ലിമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ത്യാഗം ചെയ്യേണ്ടി വരും. സമയം ത്യാഗം ചെയ്യേണ്ടി വരും, സമ്പത്ത് ത്യാഗം ചെയ്യേണ്ടി വരും. ത്യാഗത്തിൻ്റെ ഏറ്റവും മഹനീയ ഉദാഹരണം കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പേപ്പർ തുറക്കുന്നത്. ഗസയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓരോ നിമിഷവും ത്യാഗം ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ത്യാഗം ചെയ്യുമ്പം എന്തിനാണ് ഞാൻ ത്യാഗം ചെയ്യുന്നത്, എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യത നമുക്കില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും സംശയം ഉണ്ടാവും. അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് സംശയം ഉണ്ടാകും. കാരണം ഇസ്ലാമായിട്ട് നമ്മൾ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നഷ്ടങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, പരാജയങ്ങൾ മാത്രമേ, അതായത് ഭൗതിക അർത്ഥത്തിൽ പരാജയം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നിരാശ ഉണ്ടാവും, എന്തുകൊണ്ട് അള്ളാഹ് സഹായിക്കുന്നില്ല എന്ന സംശയം നമുക്കുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും.
അപ്പോൾ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഇത് വളരെ കൃത്യമാക്കുന്നുള്ളതാണ്. ഭൗതികമായിട്ടുള്ള സക്സസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഡെഫിനിഷൻ ഇല്ലാതെ നമുക്ക് ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നതിനെയാണ് ആൾക്കാർ വിജയം എന്ന് പറയുക. ഒരു സാലറി കൂടി കിട്ടുമ്പം അതൊരു സക്സസ് ആയി നമുക്ക് ഫീൽ ചെയ്യുന്ന. ഖുർആന്റെ ഒരു പ്രത്യേകത വളരെ കൃത്യമായിട്ട് ഇന്നതാണ് ലക്ഷ്യം, ഇന്നതാണ് വിജയം, ഇന്നതൊക്കെയാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഖുർആന്റെ പ്രത്യേകത. ഇസ്ലാമിൽ വിജയം എന്ന് പറയുന്നത് 2 വിജയങ്ങളാണ് ഇസ്ലാമിൽ പറയുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ഏതാണ്? തീർച്ചയായിട്ടും ആഖിറത്താണ്. ആഖിറത്തിലെ വിജയമാണ് പൂർണ്ണമായത്. ആഖിറത്തിലാണ് നമുക്ക് എല്ലാ വിജയവും കിട്ടുക. ഇത് നമുക്ക് മദ്രസ മുതൽ കേൾക്കുമ്പോഴും ഇത് ക്ലിയർ ആകാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നിരാശര് ആകുന്നത്. എല്ലാ നീതിയും എല്ലാ വിഭവപരമായിട്ടും എല്ലാ മാനസികമായിട്ടുള്ള വിജയവും നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്നത് ആഖിറത്തിലാണ്. ഇത് ക്ലിയറാണ്, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. രണ്ടാമത് ഈ ലോകത്തിലെ വിജയത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൗതിക മാനദണ്ഡത്തിലുള്ളൊരു വിജയത്തെക്കുറിച്ചല്ല ഇസ്ലാം പറയുന്നത്. ഭൗതിക മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു എഫേർട്ട് എടുത്തു, അതിന് വിഭവപരമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തു, നമുക്ക് ജോലിയിൽ ഇൻക്രീസ് കിട്ടി. നമ്മളൊരു 5 നേരം കറക്റ്റായിട്ട് നിസ്കരിച്ചു, നമ്മുടെ ബന്ധങ്ങളിൽ കൃത്യത ഉണ്ടായി. ഇതാണ് ഭൗതിക മാനദണ്ഡം എന്ന് പറയുന്നത്. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ വളരെ നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും ഭൗതികമായിട്ട് ഇങ്ങനെ കുറേ ഇത് കാര്യം കൂടുന്നതിനെ കുറിച്ച് ഇസ്ലാം പറയുന്നേ ഇല്ല. എവിടെയാണ് വിഷയം? 1-ാം ക്ലാസ്സിൽ തന്നെ പറയുന്നില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളേതായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയിട്ട് അള്ളാഹിനോട് ചോദ്യം ചെയ്യാണ്. എന്ത്, ഞാൻ ഇത്രയൊക്കെ നിസ്കരിച്ചിട്ടും എനിക്ക് എന്താണ് ജോലി നഷ്ടം വരുന്നത്? ഞാൻ ഇത്രയൊക്കെ നിസ്കരിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് രോഗം വരുന്നത് ചോദിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് ക്ലിയർ ആകത്തുള്ളൂ. അള്ളാഹ് എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഈ പ്രോമിസ് നൽകുന്നില്ല. ഭൗതികമായ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടല്ല ഇസ്ലാം വിജയത്തെക്കുറിച്ച് പറയുന്നത്. പരലോക വിജയത്തിലേക്ക് നയിക്കുന്ന വിജയങ്ങളാണ് ഈ ലോകത്ത് ഖുർആൻ പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹു ഇവിടെ ഉപയോഗിച്ച പദങ്ങൾ നിങ്ങൾ നോക്കുക. ഒന്ന് ഫതഹാണ്. ഫതഹ് എന്ന് പറയുന്നത് തുറസാണ്, തുറസും തീരുമാനമാണ്. നമുക്ക് അള്ളാഹു ഈ ഭൂമിയിൽ തരുന്ന വിജയങ്ങളുടെ ഒരു നേച്ചർ, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരലോക വിജയത്തിലേക്ക് നയിക്കുന്ന തുറസുകളായിരിക്കും ഈ ലോകത്തിലെ വിജയം. അത് ചിലപ്പം ഭൗതിക വിഭവങ്ങളോടുകൂടി ആയിരിക്കും, ചിലപ്പം ഭൗതിക നഷ്ടത്തോടു കൂടിയായിരിക്കും. രണ്ടും എന്തായിരിക്കും? ചിലപ്പോൾ ഫതഹായിരിക്കും. ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പരലോക വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും ആ ഓരോ വിജയങ്ങൾ. ഇതാണ് ഒന്ന്. 2 ഫലഹാണ്. ഈ ഇന്നത്തെ ഉപയോഗിച്ച ഫലഹ്. ഫലഹ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിനെ തന്നെ കീറി മുറിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് ഫലഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നത് ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറയുന്നത്. സംസ്കരിച്ചവൻ എന്ത് ചെയ്തു? സ്വന്തത്തെ സംസ്കരിച്ചവൻ ഖദ് അഫ്ലഹ, അവൻ എന്ത് ചെയ്തു? വിജയിച്ചു. സ്വന്തത്തെ സംസ്കരിച്ചവൻ എങ്ങനെയാണ്? ഭൗതികമായിട്ട് വിജയിച്ചവൻ. ഒരാൾ നമ്മൾ പറയാണ് അയാൾക്ക് നല്ല സ്വഭാവമുണ്ട് എന്നയാളെ നമ്മൾ എന്ത് പറയില്ല? അയാൾ വിജയിച്ചവനാണ് എന്ന് പറയില്ല. ഖുർആൻ പറയുന്നത് എന്താണ്? അവൻ ഫലഹ് നേടി എന്നാണ്, അവൻ വിജയിച്ചു എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന പ്രയോഗം ഏതാണ്? ഗലബാണ്. ഗലബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിടുത്തമാണ്. ഇസ്ലാമിന് ഉണ്ടാകാം ഖുർആൻ ഉപയോഗിച്ച കുറേ പദങ്ങൾ. ഒന്ന് മുത്തിമ്മു നൂരിഹി എന്നാണ്, അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കും. 2 ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ ആദർശങ്ങളുടെയും മുകളിൽ ഇസ്ലാമിനെ എന്ത് ചെയ്യും? അള്ളാഹു വെളിവാക്കും എന്നതൊക്കെ എന്താണ്? ആശയപരമായിട്ടുള്ള കരുത്ത് ഇസ്ലാമിന് എപ്പോഴും ലോകത്തുണ്ടാവും എന്നുള്ളതാണ്. അത് ചരിത്രപരമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയൊക്കെ മനുഷ്യർ വീക്കാവുമ്പോഴും ഇസ്ലാം എന്ന ആദർശത്തിനുള്ള പിടുത്തം ലോകത്തെപ്പോഴും ധാരാളം മനുഷ്യർ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പഠനങ്ങളും ചിന്തകളും സംവാദങ്ങളും എന്ത് ചെയ്യുന്നു? ഇസ്ലാമിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ആശയപരമായിട്ട് ഗലബ് എപ്പോഴും എന്ത് ചെയ്യും? ഇസ്ലാമിന് ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ പ്രയോഗിച്ച പദം എന്ന് കാണാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ പിന്നെ അള്ളാഹു ഇവിടെ പ്രയോഗിക്കുന്നത് എന്താണ്? ദില്ലത്തും ഇസ്സത്തുമാണ്. ദില്ലത്ത് എന്ന് പറഞ്ഞാൽ നിന്ദ്യതയാണ്, നിന്ദ്യത. രണ്ടാമത്തെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഇസ്സത്ത്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അന്തസ്സാണ്. വിശ്വാസികൾക്ക് ഉണ്ടാകുക എപ്പോഴും അന്തസ്സാണ്. ഏത് പരിതസ്ഥിതിയിലും അന്തസ്സോടെ ഇസ്സത്തോടു കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന മറ്റൊരു വിജയം. പരാജയം എവിടെയാണ്? നിന്ദ്യതയെക്കുറിച്ചാണ് അള്ളാഹു അവിടെ പരാജയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് കാണാൻ പറ്റും. സൂറ യൂനുസിൽ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ അള്ളാഹിന്റെ ഔലിയാക്കളാണെങ്കിൽ, നിങ്ങൾ അള്ളാഹിന്റെ ആൾക്കാരാണെങ്കിൽ എന്താണ് അള്ളാഹ് അവിടെ പ്രോമിസ് ചെയ്യുന്ന വിജയം? ലാ ഖൗഫുൻ, നിങ്ങൾക്ക് ഭയം ഉണ്ടാവുകയില്ല, വലാഹും യഹ്സനൂൻ, ദുഃഖവും ഉണ്ടാവുകയില്ല.
വലാ യഹ്സുൻക ഖൗലുഹും, നിങ്ങൾ അവർ പറയുന്നതിൽ എന്ത് ചെയ്യേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, അള്ളാന്റെ അടുക്കലാണ് എന്ത്, എല്ലാ ഇസ്സത്തും എന്ന് പറയുന്നത്. അപ്പൊ ഇസ്സത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പിന്നെ ഈ ലോകത്തിലെ ഒരു വിജയമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂറ യൂനുസിൽ ഈ പ്രയോഗം, ഈ ആയത്ത് പിന്നെ പ്രയോഗം ശ്രദ്ധിച്ചാൽ സൂറ യൂനുസിൽ നന്മയുടെ പ്രതിഫലം എന്താണ് എന്നുള്ള പറയുന്നത് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദഹു എന്നാണ്. ലില്ലദീന അഹ്സനു, അഹ്സനു എന്ന് പറഞ്ഞാൽ എന്താണ്, നന്മ ചെയ്യുന്നവൻ എന്താണ് ഗുണം, അൽ ഹുസ്ന, ഹുസ്ന കൂടുതൽ നന്മ, കൂടുതൽ നന്മയാണ്, ഇഹ്സാനാണ് അവന് കിട്ടുന്നത്. ഭൗതികമായ വിഭവങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ ഇഹ്സാനും. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ. ഫിദ്ദുന്യ ഹസനത്തൻ എന്ന് പറയുന്നത് ദുനിയാവിലെ എല്ലാ സമ്പത്തും കിട്ടുന്നതിനെ കുറിച്ചല്ല. ഫിദ്ദുന്യ ഹസനത്തൻ, ഏറ്റവും നല്ലത്. എന്താണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, ഭൗതിക പിന്നെ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഉപകാരപ്പെടുന്നോ ഈ ലോകത്ത്, അതൊക്കെ ഇഹ്സാനാണ്. അതുകൊണ്ടാണ് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇസ്ലാമിക വിജയത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്ത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം പിന്നെന്താണ്, എല്ലാം പരലോകത്താണ്, ഈ ലോകത്ത് വിഭവപരമായിട്ട് ഒരു നേട്ടവും കിട്ടൂല, പിന്നെ ഈ ലോകത്തൊന്നും ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് നിങ്ങൾ ഈ ലോകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് എന്തല്ല വിഷയമല്ല. ഈ ലോകത്തിലെ സംഭവങ്ങൾ എന്തല്ല പ്രസക്തമല്ല, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിന്റെ റിസൾട്ടുകൾ എന്ത് ചെയ്യൂല, നമ്മൾ ചിലപ്പം നമ്മളെപ്പോഴും ഉദ്ദേശിച്ച അതേ റിസൾട്ടുകൾ വന്നുകൊള്ളണമെന്നില്ല. അതേസമയം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോകത്തെ വിഷയം എന്ന് കാണാൻ പറ്റും. സൂറ നിസായില് പിന്നെ വിശ്വാസികളെ കുറിച്ച് അള്ളാഹ് പറയുന്നത് വമൻ യുഖാതിൽ ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ ഫൽ യുഖ്തൽ ഔ യഗ്ലിബ്, അവർ മരണപ്പെട്ടാലും വിജയിച്ചാലും ഫസൗഫ നുഅ്തീഹി അജ്റൻ അലീമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിഭാഗം യുദ്ധം ചെയ്യാണ്, എന്നിട്ട് യുദ്ധം ചെയ്തിട്ട് അവർ വിജയിക്കുകയോ അല്ലെങ്കിൽ പരാജയപ്പെട്ട് മരണപ്പെട്ടു പോവുകയോ ചെയ്താലും രണ്ടായാലും അവരെന്താണ്, വിജയിച്ചവരാണ്. ഇത് സക്സസിനെ കുറിച്ച്, വിക്ടറിയെ കുറിച്ച്, വിജയത്തെക്കുറിച്ചുള്ള വേറെ തന്നെ ഒരു കാഴ്ചപ്പാടാണ്. ഭൗതികമായിട്ട് നിങ്ങളൊരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ വിജയിച്ചാലാണ് അതിന് വിജയം എന്ന് പറയുക. ഇസ്ലാമികമായിട്ട് നിങ്ങൾ ആ യുദ്ധത്തിൽ അള്ളാന്റെ മാർഗത്തിൽ പോരാടുന്നു എന്നുള്ളത് തന്നെ എന്താണ്, വിജയമാണ് എന്ന് കാണാൻ പറ്റും. നമ്മൾ ഈ അടുത്ത് പിന്നെ രക്തസാക്ഷിയായ പിന്നെ ഒരാൾ ഇസ്മായിൽ ഹനിയ, ഹമാസിന്റെ ലീഡറാണ്, ഫലസ്തീൻ പിന്നെ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നത് എന്താണ് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ശരിക്ക് ഭൗതികമായിട്ട് എങ്ങനെ ചിന്തിച്ചാലും മനസ്സിലാകാത്തൊരു പ്രയോഗമാണ് അള്ളാഹു പറയുന്നത്. എന്താ പറയുന്നത്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ. എന്താ പ്രയോഗം, അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരെ നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഭൗതികമായിട്ട് ഒരു ലോജിക്കിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്? കാരണം ഖുർആൻ രണ്ട് മരണങ്ങളെക്കുറിച്ചും രണ്ട് ജീവിതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ്, ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ മരണവും ജീവിതവുമാണ്. ഇത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. രണ്ട്, നമ്മുടെ നിലപാടുകളുടെ ജീവിതവും നിലപാടുകളുടെ മരണവുമാണ്. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നിലപാടില്ലെങ്കിൽ, നിങ്ങളുടെ ശരീരം മരിച്ചില്ലെങ്കിലും നിങ്ങൾ മരണതുല്യമാണ്. അതേസമയം നിങ്ങളുടെ നിലപാടുകൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യാണ്, ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ രക്തസാക്ഷി ആകുമ്പോഴും നമ്മളെക്കാൾ ജീവിച്ചിരിക്കുന്നവൻ ആകുന്നതിൻ്റെ കാരണം എന്താണ്, ഇസ്ലാമികമായിട്ട് അത് വിജയമാകുന്നതുകൊണ്ടാണ്. ഈ വിജയത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ക്ലിയർ ആവാത്തടത്തോളം നിങ്ങൾ എങ്ങനെയൊക്കെ ഗസയിലേക്ക് നോക്കിയാലും ഗസ പരാജയപ്പെട്ട് കൊണ്ടിരിക്കുന്നതായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഈ വിജയത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ഗസയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ വിജയിക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റും. നിങ്ങൾ വയനാട്ടിലേക്ക് നോക്കി നോക്കാം. വയനാട്ടിലേക്ക് നോക്കുമ്പം വയനാട്ടിൽ കുറേ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ പോകുന്നവർ മരണപ്പെട്ടു പോകുന്നുണ്ട്. രക്ഷിക്കാൻ പോകുന്നവർ മരണപ്പെടുന്നത് വിജയമാണോ പരാജയമാണോ?
ഇസ്ലാമികമായിട്ട് നോക്കുമ്പോഴേ അതിനെ വിജയമായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ വിജയമായിട്ട് കാണാൻ പറ്റും? അയാളെ ജീവിതം പോവുകയാണ്, അയാളെ ജീവിതം വേറൊരാൾക്ക് വേണ്ടി പോവുകയാണ്. ഒരു ഭൗതിക ലോജിക്കിനും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ത്യാഗം എന്ന കൺസെപ്റ്റിനെ ഒരു ഭൗതിക ലോജിക്കിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമികമായിട്ട് സന്ദർഭങ്ങൾ നമ്മളെന്തല്ല പ്രസക്തമല്ല. നമ്മളെ മുന്നിൽ രോഗമുള്ള അവസ്ഥ വരുന്നതും രോഗമില്ലാത്ത അവസ്ഥ വരുന്നതും രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹ് ഇട്ട് തരുന്നതാണ്. ആ സന്ദർഭങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വിജയമായിട്ട് മാറുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ആർക്കെങ്കിലും ഭൗതിക ലോജിക്കിൽ വിജയം കിട്ടണമായിരുന്നെങ്കിൽ, ഇസ്ലാം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, നടക്കേണ്ടി വരുന്ന ആരോ ജീവിതത്തിലായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലായിരുന്നു. പ്രവാചകന്റെ ജീവിതങ്ങൾ നോക്കി നോക്കാം. ഹിജ്റ മുതലെടുക്കുക, അതിന്റെ മുന്നേ പിന്നെ നോക്കണ്ട, മൊത്തം പ്രശ്നമാണ്. ഹിജ്റക്ക് എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് അള്ളാന്റെ മാർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹ്ക്ക് വേണ്ടി പ്രൂവ് ചെയ്യാണ്. ഭൗതികമായ ലോജിക്കിൽ ഒരു നന്മ ചെയ്തതിന് ഭൗതികമായ വിഭവങ്ങളായിരുന്നു കിട്ടേണ്ടിയിരുന്നെങ്കിൽ ബദർ പിന്നെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും അതിലും വലിയ പരീക്ഷണമായ ബദറാണ് സംഭവിക്കുന്നത്. ബദറിലെല്ലാം പ്രൂവ് ചെയ്തു. ഭൗതികമായ ലോജിക്കിൽ പിന്നെ സംഭവിക്കേണ്ടിയിരുന്നത് പ്രവാചകൻ ഭയങ്കര പണക്കാരനായിരുന്നു ആകേണ്ടിയിരുന്നത്. പക്ഷെ ഉഹദിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഉഹദിന് ശേഷം നിങ്ങൾ പ്രവാചകന്റെ ജീവിതം അങ്ങനെ എടുത്തു നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം ലോകത്ത് ഇസ്ലാമികമായിട്ട് നമ്മൾ എണ്ണുന്ന ഏറ്റവും നല്ല ഭരണം ഖുലഫാഉ റാഷിദീങ്ങളാണ്. അത് ആകെക്കൂടെ നിലനിന്നത് വളരെ ഏതാനും വർഷങ്ങളാണ്. അവിടെ പോലും പിന്നെ ഖലീഫമാർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഭൗതികമായ ലോജിക്കിൽ നിങ്ങൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം പരാജയമാണ്. അതേസമയം ഹിജ്റ ചെയ്യുമ്പം എത്ര നഷ്ടം പറ്റുമ്പോഴും പ്രവാചകൻ വിജയിക്കുകയായിരുന്നു, സഹാബത്ത് വിജയിക്കുകയായിരുന്നു. ബദറിൽ തോറ്റാലും വിജയിച്ചാലും അവർ വിജയിക്കുമായിരുന്നു. ഉഹദിൽ തോറ്റപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിക്കുകയായിരുന്നു ചെയ്തത് എന്ന് കാണാൻ കഴിയും. അപ്പം ഈ ഒരു ലോജിക്ക് നമുക്ക് ക്ലിയർ ആകുന്നിടത്തോളം മാത്രമേ ഇസ്ലാം അള്ളാഹ് പറയുന്ന വിജയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇതിൽ സൂറ മുഹമ്മദിൽ ഒരായത്തുണ്ട്. ഈ ആയത്ത് ഇറങ്ങുന്നത് ബദർ യുദ്ധത്തിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ ബദർ യുദ്ധം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ മുസ്ലിങ്ങൾ. അവർ ധാരാളം ആൾക്കാരുണ്ട്. നമ്മളിന്ന് ഭയങ്കര ബദരീങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഭയങ്കര, നിങ്ങൾ ആ യുദ്ധത്തിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷങ്ങൾ ആലോചിച്ച് നോക്കുക. അവരെ മനസ്സിൽ ഓടുന്ന കുറേ ആലോചനകൾ, എങ്ങനെ ഇവരെ എതിരിടും. ഇങ്ങനെ ആകെക്കൂടെ പ്രതിസന്ധിയിലായവരോട് അള്ളാഹ് പറയുന്നൊരു വാക്ക് സൂറ മുഹമ്മദിൽ 4-ാമത്തെ ആയത്തിൽ, വലൗ യശാ അല്ലാഹു ലൻ തസറ മിൻഹും, അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ അള്ളാഹ് തന്നെ അവരെ തോൽപ്പിക്കുമായിരുന്നു. ആരെ? ഖുറൈശികളെ. വലാകിൻ ലിയബ്ലുവ ബഅ്ലുകും ബിബഅ്ലിൻ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? നിങ്ങളെ യുദ്ധരംഗത്തേക്ക് ഇടുന്നത്. വല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി ഫലയുളില്ല അഅ്മാലഹും, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ അമലുകൾ എന്താവില്ല, പാഴാവുകയില്ല എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ലോജിക്കിനെ കുറിച്ചാണ് ഇസ്ലാമിൽ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തെക്കുറിച്ചാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി പിന്നെ ഈ അള്ളാഹിൻ്റെ റിളയെക്കുറിച്ച്, അള്ളാഹ്ക്ക് ആരോടാണ് റിള ഉണ്ടാവുക? റിള ഇതിൻ്റെ ഈ ആയത്തിൻ്റെ ഒരു വിഷയമാണ്. അള്ളാഹ്ക്ക് മനുഷ്യരോട് റിള, സംതൃപ്തി തോന്നുന്ന സന്ദർഭങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതിലൊരു സന്ദർഭം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുദൈബിയ സന്ധിൻ്റെ സന്ദർഭമാണ്. ഹുദൈബിയ സന്ധി ഇന്ന് നമ്മൾ പറയുന്നത് ഭയങ്കര സ്ട്രാറ്റജിക്കൽ മൂവാണ് പ്രവാചകൻ എടുത്തത്, അത് ഭയങ്കര വിജയമായിരുന്നു എന്ന് പറയും. ആ സന്ദർഭത്തിൽ, ആ പോയിന്റ് ഓഫ് നിമിഷത്തിൽ സഹാബത്തിന് പോലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ത് ഈ ഒരു നിലപാട് എടുക്കണമായിരുന്നു. പല ആൾക്കാരും പ്രവാചകനെ എടുത്തതിനോട് എതിരായിരുന്നു ഹുദൈബിയ സന്ധി. കാരണം എന്താണ്? അവർ പറയുന്ന എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ ആ കരാറിൽ ഒപ്പിടുന്നത്. ആ സമയത്ത് ആ പ്രവാചകന്റെ കൂടെ നിന്നവരെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ എന്നുള്ളത്. അവരെ കുറിച്ച് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവരെ കുറിച്ചാണ് എന്ന് പറയുന്നു. അപ്പം ഈ ഒരു വിജയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാഴ്ചപ്പാട് നമ്മളിൽ നിന്ന് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഇസ്ലാമികമായിട്ട് വായിക്കാൻ കഴിയുള്ളൂ എന്ന് കാണാൻ പറ്റും. അതോടൊന്നിച്ച് തന്നെ ഈ ലോകത്ത് ആശയപരമായിട്ട് എപ്പോഴും ഇസ്ലാം വിജയിക്കും എന്നത് തന്നെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഉണ്ടാവേണ്ടുന്ന കുറേ കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണ്?
ഒന്ന്, ഇസ്ലാം ആശയപരമായിട്ട് എപ്പോഴും പിടുത്തമുള്ളതായിരിക്കും എന്നുള്ളത് എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2, ഇത് പറയുമ്പോഴും യുദ്ധത്തിൽ തോറ്റു കൊടുക്കേണ്ടവരല്ല നമ്മൾ എന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശത്രുവിനോട് പോയി ബന്ധം വെക്കുന്നത് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറേ കാഴ്ചപ്പാട് തരുന്നുണ്ട്. 3, അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഇസ്സത്തോടുകൂടി നിലപാടെടുക്കുന്നവരാകുക എന്നുള്ളതാണ്. ഇസ്സത്തോടുകൂടി നിലപാടെടുക്കുന്നവരാകുക. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ പിന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ, കൊളോണിയൽ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മുസ്ലിം രാജ്യങ്ങളുടെ ചരിത്രം നോക്കിയാൽ, എത്ര വലിയ ശത്രു വരുമ്പോഴും ഇസ്സത്തോടുകൂടി പോരാടാൻ അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ ആദർശം അത്രയും ഉള്ളിൽ സ്ട്രോങ് ആയതുകൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഈ ആയത്തുകൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ ഇസ്ലാം പറയുന്ന വിജയങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ഉള്ളിൽ ഉറക്കാനും അതനുസരിച്ച് നിലപാടെടുക്കാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.